നമസ്കാരം. ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ്, ലോക ഭിന്നശേഷി ദിനം. ഇന്ത്യയിലെ കണക്ക് പ്രകാരം 2.5 കോടി ഭിന്നശേഷിക്കാരുണ്ട്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ 8 ലക്ഷം പേരെയാണ്. സമൂഹത്തിൽ ഇവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഈ എപ്പിസോഡിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, എങ്ങനെയെല്ലാം അവരെ ചേർത്ത് പിടിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ലോക ഭിന്നശേഷി ദിനത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മോടൊപ്പം മൗലാന ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സീതിയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം. വെൽക്കം സർ. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത്തരം ആളുകളെ ശാരീരികമായും മാനസികമായും പരിമിതികളുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക ആണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇപ്രാവശ്യത്തെ മെസ്സേജ് ഫോസ്റ്ററിങ് ഡിസബിലിറ്റി എന്നാണ്. അത് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡിസബിലിറ്റിയെക്കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അറിവും ഡോക്ടർമാരുടെ ഉള്ള അറിവും ശരിക്കും ഒരു എന്താ പറയുക, ഈ വിഷമങ്ങളുള്ള ആളുകൾക്ക് സഹായിക്കുന്ന വിധത്തിലുള്ളതല്ല എന്ന് ഞാൻ പറയുന്നത്. ഇതിന് ഫിസിക്കൽ മെഡിസിൻ, ന്യൂറോളജിസ്റ്റ്, അതിൽ കൂടുതൽ ആരും ഇതിനെ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിൻ്റെ വിചാരം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് കാല് വയ്യാത്തത്, കൈ വയ്യാത്തത്, പക്ഷേ അതിനേക്കാളും അതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ്, ശാരീരിക വൈകല്യം മാത്രം. അല്ലാത്തത് ഒരുപാടുണ്ട്. മെൻ്റൽ പ്ലസ് ഹിയറിങ്, കാഴ്ച, ഇതെല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിനൊക്കെ തന്നെ ഉത്തരമുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറച്ചെങ്കിലും മാറ്റിമറിക്കാൻ പറ്റും നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ. നമ്മളെല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാർ, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇവർക്കൊക്കെ തന്നെ ഒരുപാട് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവണം. അവയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മിനിറ്റ് 2 മിനിറ്റെങ്കിലും ഒ പി ടൈമിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരുമ്പോഴോ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ഇത് തോന്നണം. അത് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദിനങ്ങൾ നമ്മൾ ആചരിക്കുകയും ആ ദിവസത്തോടുകൂടി തീരുന്നതല്ല, നമുക്കത് അനസ്യൂതം നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇതിനകത്ത് ഒരുപാട് സംഗതികൾ നമുക്ക് പ്രിവെൻഷൻ ഉണ്ട്. മൗലാന ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടാണ് സാർ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രി അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏത് രീതിയിലാണ് ഇവരെ സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഡയഗ്നോസിസ്, അതിന് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ, രോഗനിർണയം, അതിനുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഹോസ്പിറ്റലിലുണ്ട്. CT സ്കാൻ, അങ്ങനത്തെ എല്ലാം, ബ്ലഡ് ടെസ്റ്റ്, എവറിത്തിങ്. അത് റൈറ്റ് ഫ്രം ബർത്ത്, ഇപ്പം പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പോപ്പുലേഷനാണ് നമ്മുടെ പ്രശ്നം. ഔട്ട് പേഷ്യൻറ്റിലിരിക്കുമ്പം ഇപ്പം ന്യൂറോളജിസ്റ്റ് ആയാലും ENT സർജനായാലും ശരി, അവർ പരിശോധിക്കുന്ന രോഗികളോട് ഒരു 2 മിനിറ്റ് കൂടി അവരുടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾ വീട്ടിൽ കിടപ്പുണ്ടാവും. അവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാനും ചികിത്സിക്കാനും സാധിക്കും എന്നുള്ളത് എല്ലാവരും കൂടി ചേർന്ന ഇതല്ല റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അമേസിങ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇതേപോലത്തെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും നമ്മളും ചേർന്ന് ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയുന്ന ആൾക്കാരുടെ ജീവിതശൈലി തന്നെ മാറ്റാൻ സാധിക്കും, അവരുടെ കഴിവ് കണ്ടുപിടിക്കാൻ സാധിക്കും, അവർക്ക് വേണ്ട വിധത്തിലുള്ള അഡ്വൈസും ചികിത്സയും കൊടുക്കാൻ സാധിക്കും. തീർച്ചയായും ഒരു സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇത്, അല്ലേ? റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് ഞാൻ പറയില്ല, അവരുടേതാണ് ശരിക്കും. നമ്മളതിൻ്റെ കൂടെ ചേരുക എന്ന് മാത്രമേ ഉള്ളൂ. സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഡോക്ടേഴ്സ്, ഇവരുടെ കൂടാതെയുള്ള നമ്മുടെ അസോസിയേഷൻസ്, NGOs, പോളിറ്റീഷ്യൻസ്, ഇവർക്ക് വലിയ റോളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എലക്ട് ചെയ്ത് വിടും, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് വേണം എന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ചേർന്നിരുന്ന് സംസാരിക്കുന്നത് എപ്പോഴാണ്? കുറവാണ്, അല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ അതിന് ഒരു 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 ശ്രദ്ധ കൊടുക്കാനുള്ള ആ ഒരു ചുമതല നമ്മളിപ്പോഴും മറന്നു പോകണ്ടെന്ന് ഞാൻ പറയുന്നു.
ഇൻക്ലൂഡിങ് ദി ഡോക്ടേഴ്സ്. ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ കൂട്ടത്തിൽ ഞങ്ങളുടെയും കൂടി പറയണമല്ലോ. അതാണ് സ്ഥിതി ഇപ്പോൾ. എനിവേ താങ്ക് യു ഡോക്ടർ. താങ്ക് യു.